എത്ര നേരം അളിയാ വെയിറ്റ് ചെയ്യണു? നീ എവിടെ പോയി കിടക്കുവായിരുന്നു? എന്റെ പൊന്നടിയാ, ഞാൻ നേരത്തെ ഇറങ്ങിയതാണ്. അതിനിടയിലാണ് ഒരു JCB ഒരു കുഴി പോയത്. നോക്കിയപ്പോ 100 പേര് തള്ളാൻ കൂടിയിരിക്കണു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ലേ, ഞാൻ എന്റെ കൈ വെച്ച ഒറ്റ തള്ളല് അതങ്ങ് കേറിപ്പോയില്ലേ. JCB-യോ? അതെങ്ങനെയല്ലേ നീ ഒറ്റയ്ക്ക് തള്ളി കെട്ടിയത്? അളിയാ നിനക്ക് അറിയാലോ, ഞാൻ ജിമ്മിൽ ഇപ്പൊ പോകാറുണ്ടെന്ന്. 1 മാസം കൊണ്ടാണെന്നറിയില്ല, എനിക്ക് എന്തോ പവർ. ഞാൻ അങ്ങ് തള്ളി വിട്ടപ്പോ അങ്ങ് കേറിപ്പോയിന്നത്. എന്റെ പൊന്ന് ലോകേഷ്, നീ ഒരു അരമണിക്കൂർ മുമ്പ് വിളിക്കണ്ടേ? ആൾക്കാർ എത്ര പേരെ വേണ്ട? 100 പേരാ. റിസ്ക് ആണ്. ഞാൻ ഒരു പണി ഞാൻ ഒപ്പിക്കാം. ഞാൻ നിനക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഓക്കെ? ആരളിയാ വിളിച്ചേ? എന്റെ പൊന്നളിയാ, മറ്റേ ലോകേഷ് കനകരാജ് ഒരു 100 പേരെ വെടിവെക്കാൻ വേണമെന്ന്. ഞാൻ ഒന്ന് ഒപ്പിച്ചു കൊടുക്കട്ടെ? ഓക്കെ? ആളിയാ പറടാ, എവിടെ സ്ഥലം എവിടെ? ഞാൻ വരട്ടെ വണ്ടേ? ഓക്കെ. അയ്യോ, ഇതിന് എന്നാ മറുപടി പറയാൻ പോണേന്ന് അറിയില്ലോടാ. അതിനാടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലളിയാ, നാട്ടിൽ ഒരു 60 പേരുടെ ഒരു അടി. ഞാൻ ഒരു 150 പേരുണ്ടെങ്കിലേ വരുള്ളൂ എന്നാ പറഞ്ഞാണ്. ഈ 60 പേരുടെ സ്റ്റീൽ കേസിനൊക്കെ എനിക്ക് പോകാൻ പറ്റുമോ? അളിയാ, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞോ. നമുക്ക് കളമുണ്ട്, ബേസ് ഉണ്ട്, പോലീസുകാരൊക്കെ നമ്മുടെ കഷത്തിന്റെ ഇടയിലാണ്. ഓക്കെ? എന്താണ് ഈ കൊറോണ വല്ലതും പിടിച്ചാ? അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ, 60 മില്യൺ അടിച്ച്. അതിനകത്ത് മോഹൻലാൽ കമന്റ് ഇട്ടേക്കണ്. അല്ലെങ്കിൽ ഞാൻ വന്നപ്പോ തന്നെ അവിടെ ഫുൾ ട്രാഫിക് ആയി. അപ്പൊ പിന്നെ തിരക്കൊന്ന് കൂട്ടണ്ടെന്ന് വെച്ച് ഞാൻ ഈ സൈഡിൽ കൂടെ വന്ന്. എന്നെ ആരും തിരിച്ചറിയില്ലല്ലോ. ആ പൃഥ്വിരാജിന്റെ പടം എന്നാ അടിപൊളിയല്ലേ? സൂപ്പർ സിനിമ അല്ലേ? അളിയാ, നമ്മുടെ മറ്റേ പൃഥ്വിരാജല്ലേ, പുള്ളിയുടെ അനിയന്റെ കൂടെയാണ് ഞാൻ പഠിച്ചത്. എനിക്ക് അറിയാൻ. നിങ്ങൾക്ക് വല്ല സിനിമ ചാൻസ് എന്തെങ്കിലും വേണോ? ഞാൻ ഒപ്പിച്ചുതരാൻ വേണമെങ്കിൽ. പുള്ളി ആദ്യം എന്നെ അല്ലേ വിളിച്ച സിനിമയ്ക്ക് വേണ്ടി. ഞാൻ പിന്നെ പോവാത്തെ, കുറച്ച് തിരക്കൊക്കെ കാരണേ.